സ്തോത്രം. അതുകൊണ്ട് ആ മാറ്റപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ കുറിച്ചുള്ള ചിന്തയും ധ്യാനവും നമ്മൾ നിലനിർത്തുവാൻ തക്കോണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള കാര്യമാണ് നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് എത്ര കാര്യം പറയുന്നു? 3 കാര്യം. ഒന്ന് അതിഭക്ഷണം, മറ്റൊന്ന് മദ്യപാനം, മറ്റൊന്ന് ഉപജീവന ചിന്ത. ഇത് മൂന്ന് തരത്തിലുള്ള ആൾക്കാർക്ക്. മദ്യപാനത്തെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അവരെയുള്ള നെയ്റ്റിങ്ങനെ ഗ്രാമത്തിനടുത്ത് ടോൾപുരവിനടുത്തെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോ ഒരു പ്രദേശ സംഭവമാണ്. ആൾക്കാർ അവിടെ വന്ന് മദ്യശാപ്പാണ് ഗവൺമെന്റിന്റെ സ്തോത്രം. ആൾക്കാർ ഭയങ്കര ഉത്സാഹപ്പെട്ട വാഹനം വരുന്നുണ്ടോ എന്നില്ല ഇതൊന്നും നോക്കാനാണ് ആൾക്കൊണ്ട് വേണ്ടി യാത്രയാണ്. സ്തോത്രം. എന്താ കാരണം? ഒരു സമാധാനം ഇല്ലാത്ത യാത്രയാണ്. എന്താ കാരണം? എത്ര പേർക്ക് സന്തോഷം പറയാണോ വന്നതിൽ? സ്തോത്രം. പെട്ടെന്നുള്ള ആവേശം എങ്ങനെ വിളിച്ചു കാണിക്കുന്നു? അതിനു വേണ്ടിയുള്ള ഭയം. മദ്യപിക്കണം. പക്ഷെ അതിന് എന്താ ഗുണം? ഒന്നുകിൽ അവർക്ക് ഗുണം വേണം, അല്ലെങ്കിൽ അവിടെ അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഗുണം വേണം, പപ്പയുണ്ടെങ്കിൽ പപ്പയ്ക്ക് ഗുണം വേണം, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഗുണം വേണം, മക്കൾക്ക് ഗുണം വേണം, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഗുണം വേണം. ആർക്കെങ്കിലും ഗുണമുള്ള കാര്യമാണ്. പോട്ടെ, ആ വ്യക്തിക്കെങ്കിലും ഒരു ഗുണം വേണ്ടേ? അതില്ല. പക്ഷെ ഭാരം. പക്ഷെ യഥാർത്ഥമായി വചനത്തിന് കീഴടങ്ങി ജീവിക്കുന്നവർക്ക് അതിന്റെ ഭാരം വരുമോ? മദ്യപാനത്തിന്റെ ഭാരം വരുമോ? ഉപജീവനത്തിന്റെ ഭാരം വരുമോ? നാളെ കുറിച്ചുള്ള വിചാരങ്ങളുടെ ഭാരങ്ങൾ വരുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഭാരങ്ങൾ വരുന്നു? ദൈവവചനത്തോട് നമ്മൾ അനുരൂപപ്പെടാതെ, അതിനോട് സ്നേഹം കാണിക്കാതെ, അതിനോട് കൂറ് കാണിക്കാതെ, അതിൽ നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കുന്ന കാരണത്താൽ പല വിധത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഭാരരഹിതമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും. അത് മദ്യപാനത്താൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വായിക്കുന്നുണ്ടോ? പെട്ടെന്ന് കെണി പോലെ. ആ കെണി എന്ന് പറഞ്ഞാൽ മാന്യ പിടിക്കാൻ നായാട്ടുകാരൻ കെണി വയ്ക്കും പോലെ. സ്തോത്രം. ചായ പിടിക്കാൻ നമ്മളെ കെണി വയ്ക്കും പോലെ, എലിയെ പിടിക്കാൻ കെണി വയ്ക്കും പോലെ പെട്ടെന്ന് നമ്മൾ കെണിയിലാണ്. ആ കെണിയിൽ അകപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ദൈവം വചനത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ഈ മുന്നറിയിപ്പ് നമ്മൾ ഗണ്യമാക്കണം, ഗണ്യമാക്കാതെ പോകരുത്. അപകട മേഖലകളെ കൈ ചൂണ്ടി പറഞ്ഞു തരികയാണ്. ഈ അപകട മേഖലകൾ നമ്മൾ ഗണ്യമാക്കാതെ പോകരുത്, ഗണ്യമാക്കണം. സ്തോത്രം. ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കണം? ദൈവവചനത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ വിഷയം നമുക്ക് കെണി പോലെ വരാതിരിക്കാൻ എന്താ സൂക്ഷിക്കണം? ദൈവവചനത്തെ സൂക്ഷിക്കണം. അപ്പൊ ദൈവവചനം സൂക്ഷിച്ചാൽ ആ വചനം നമ്മെ സൂക്ഷിക്കും. ദൈവവചനത്തെ നമ്മൾ സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ വചനം നമ്മൾ സൂക്ഷിക്കും. ഹല്ലേലൂയ. സദൃശവാക്യം 7-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നാം ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ. ഹല്ലേലൂയ. 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 നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളുക. അർത്ഥം സൂക്ഷിക്കുക. നമ്മുടെ കണ്ണിലെ പൊടിവിടാതെ സൂക്ഷിക്കില്ലേ? അതുപോലെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ
ദൈവ വചനത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ കൊണ്ട് കഴിയോ? പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ വചനത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ സഹായിക്കണമേ. എന്റെ സഹായം വരും. കണ്ണിലെ കൃഷ്ണമണി പോലെ വചനത്തെ സൂക്ഷിക്കുന്ന സഹായം എനിക്ക് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ അവൻ യഹോവയിൽ നിന്ന് വരും. ആ സഹായം പ്രാപിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നാം സ്വയം ജീവിക്കുമ്പോൾ ചെയ്യുന്നത് തീയതാകത്തില്ല, ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര പേർക്ക് അങ്ങോട്ട് ഗ്രഹിക്കുവാനും ഈ ഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി പോലും നാശയോഗ്യരാകാതെ പിതാവിന്റെ ഭവനത്തിൽ അംഗങ്ങളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിന് ഏക കാര്യം എന്ന് പറയുന്നത് പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വചനത്തെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും എവിടെ ജീവിച്ചിരിക്കേണ്ടതിന്? ഇവിടെ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ. ഇവിടെ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്ത വരുന്നു, ഒരു ഭാവനയൊക്കെ ഒരുപക്ഷെ ചിന്ത എനിക്ക് വരും. മുമ്പ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, ഇപ്പോഴും അധികം വരില്ല, എന്നാലും ചിലപ്പോഴൊക്കെ വരും ചിന്ത. ആർക്കറിയാം? എങ്ങനെ അറിയാം? അവിടെ ഒരു ഭവനമുണ്ട്, അവിടെ പെയ്യത്തും, അവിടെ പാർക്കാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ ആ ഒരു അനുഭവത്തിൽ ചിന്തിക്കുന്ന കൂടെ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ. എന്റെ ജീവിതത്തിൽ ചിന്ത വരാറുള്ളത് അവിശ്വസനീയമായ ചിന്തകളാണ് എനിക്ക് വരുന്നത്. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയുള്ള ചിന്തയല്ല. എനിക്ക് വരുന്നത് അവിശ്വസിക്കാൻ വേണ്ടിയുള്ള ചിന്തയല്ല, വിശ്വസിക്കുന്നതില് ഉറയ്ക്കാൻ വേണ്ടിയുള്ള ചിന്തയാണ്. അപ്പൊ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അതേപോലെ നിറവടിയായി നിവർത്തിച്ചു. മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ അതേ സംഭവം നടന്നു. സ്വർഗാരോഹണം ചെയ്യുമെന്ന് പറഞ്ഞ അതേ കാര്യം നടന്നു. ഇനി ബാക്കി പറഞ്ഞിട്ടുള്ള സംഭവിക്കും. സംശയങ്ങൾ കൊറിന്ത്യൻ സഭയ്ക്കുണ്ടായിരുന്നു. ഇന്നും അനേകർക്കുണ്ട്, സഭകളിൽ പോകുന്നവർക്കുണ്ട്, ഇല്ലെന്നല്ല. അതെന്തുകൊണ്ട്? തിരുവെഴുത്തും ദൈവശക്തിയെ കുറിച്ച് തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതിന് വേറെ ഉദാഹരണം പറയാം. ഒരു 4 നില 5 നില 6 നില 7 8 9 10 നില അങ്ങനെ ഇങ്ങനെ കെട്ടിടങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ മാർക്ക് ബുക്ക് ചെയ്തു. ആരെങ്കിലും സാധിക്കും? നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ല, തലയ്ക്ക് പ്രയാസം ഉണ്ടാവും. പിന്നെ ഇത്രയും നിലയുടെ മുകളിൽ പോയി താഴോട്ട് നോക്കിയാൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകും. ഞാനെപ്പോഴും കഴിയുന്നത് പണി വിശ്വസനീയമാണോ? അവിശ്വസനീയമല്ലേ? പക്ഷെ അഭ്യാസം ലഭിച്ചവർക്കോ, ആ കാഴ്ചപ്പാടുള്ളവർക്കോ, അതിനെക്കുറിച്ച് പഠിച്ചവർക്കോ എത്ര നില വേണമെങ്കിലും ഗവൺമെന്റ് അനുവാദം കൊടുക്കുമെങ്കിൽ എത്ര നില വേണമെങ്കിലും പൊക്കി 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 പണിയാൻ സാധിക്കും. പക്ഷെ അത് അസാധ്യമല്ല എല്ലാവർക്കും. പക്ഷേ അത് ഗ്രഹിച്ചവർക്ക്, അത് പഠിച്ചവർക്ക്, അത് അഭ്യാസമുള്ളവർക്ക് അത് അസാധ്യമല്ല. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ മഹത്വവും പുനരുത്ഥാനവും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം അത് ഗ്രഹിക്കാത്തവർക്ക് അവിശ്വസനീയമാണ്. അവിശ്വസിക്കാൻ കഴിയേ അതേ പറ്റൂ. പക്ഷേ അത് ഗ്രഹിച്ചവർക്ക്, അത് ചിന്തിക്കുന്നവർക്ക്, അത് മനസ്സിലാക്കുന്നവർക്ക്, അത് ഉൾക്കൊള്ളുന്നവർക്ക് അത് അവിശ്വസനീയമല്ല, അത് വിശ്വസനീയമാണ് എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പും ധൈര്യവും നൽകിയാണ്. അതെല്ലാം ഉറപ്പും ധൈര്യവും നമ്മൾ എല്ലാവരിലും അത് വ്യാപരിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യം. സൃഷ്ടിയെ കുറിച്ച് ദൈവം പറയുന്നത് അച്ചോട്ടാണ്. ദൈവം പറയുന്നത് മാത്രമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന അച്ചോട്ടാണ്. അങ്ങനെയാണെങ്കിൽ പുനരുത്ഥാനവും ബൈബിളിൽ എഴുതിയിരിക്കുന്ന അച്ചോട്ട് തന്നെയാണ്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം.
എവിടെ? ഇവിടെ കാണുന്ന കാര്യമല്ല. പക്ഷെ ക്രിസ്ത്യാനികൾ അനേകർ വിശ്വസിക്കുന്നത് ഇവിടെ മഹത്വം കാണുന്ന കാര്യമാണ്. ഇവിടെ മഹത്വം കണ്ടാലും ഇല്ലെങ്കിലും സ്വർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മഹത്വം കാണണം. ആ മഹത്വം കാണുവാൻ വേണ്ടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, നല്ലതിലേക്ക് യാത്ര ചെയ്യുവാൻ നമ്മുടെ മനസ്സ് വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. സുവിശേഷം അതിനുവേണ്ടിയാണ് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വചനത്തെ സൂക്ഷിക്കണം, കാത്തുകൊണ്ട്. അത് സർവ്വഭൂതലത്തിൽ വസിക്കുന്ന എല്ലാ ജാതി മതസ്ഥർക്കും വരെ, എല്ലാ മനുഷ്യർക്കും വരെ ആകയാൽ ഈ സംഭവങ്ങൾ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകും. ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും ഒഴിഞ്ഞു പോകുവാൻ. ഹല്ലേലൂയ. ഈ ആരെങ്കിലൊക്കെ നമ്മളെ അടിക്കും, നമ്മളല്ല പൊതുവില് സമൂഹത്തില് അടിക്ക് ഇപ്പൊ അടിയുടെ കുറവാണെങ്കിൽ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അടിയുടെ അഭ്യാസം പഠിച്ചവരെന്തെയും അടി കൊള്ളാതെ ഒഴിഞ്ഞു പോകും. വാൾപേറ്റ് പഠിച്ചവരെന്തെയും വാളുകൊണ്ട്, കത്തി കൊണ്ട് വെട്ടിയാലും കുത്തിയാലും വാളുകൊണ്ട് വെട്ടിയാലും അത് കൊള്ളാതെ കൊണ്ട് എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും അഭ്യാസമുള്ളവർ പഠിച്ചവർക്ക്. ഹല്ലേലൂയ. അപ്പൊ എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ വായിക്കുവാനും അത് ദൈവഹിതത്തിനൊത്തോളം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ചിന്തിക്കാനുള്ള സമയത്തെ വേർതിരിച്ചാൽ, നമ്മുടെ മനസ്സ് അതിനുവേണ്ടി വിട്ടുകൊടുത്താൽ ഈ കെണികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാൻ അഭ്യാസം ഉണ്ടാകും. ഈ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അഭ്യാസം ഉണ്ടാകും, തിരിച്ചറിവുണ്ടാകും. വീട്ടിൽ വീട്ടിലെ കത്തിയാലും അങ്ങനെ തന്നെ. ആ കത്തി എന്തെങ്കിലും സാധനങ്ങള് ഇത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭ്യാസമുള്ളവർക്കാണെങ്കിൽ അത് കയ്യിൽ മുറിയാതെ എന്ത് ചെയ്യും? സൂക്ഷിക്കാൻ പറ്റും. അഭ്യാസം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ നേരെ ആ കയ്യിൽ തന്നെ കൊണ്ടുവന്നു കേൾക്കുവാൻ ഇടയെത്തി. അപ്പൊ ഏത് കാര്യത്തിലായാലും അവരുടെ അഭ്യാസമാണ് ആവശ്യം. വാഹനം ഓടിച്ച് അഭ്യാസം ഇല്ലാത്തൊരു വാഹനം ഓടിച്ചാലും അപകട സാധ്യത കൂടുതലാണ്. പക്ഷെ അഭ്യാസമുള്ളവരാണെങ്കിലോ അവർ ഒഴിഞ്ഞു മാറും. അപകടങ്ങളിൽ നിന്നവരെ ഒഴിഞ്ഞു മാറും. അപ്പോൾ അതുപോലെയാ ദൈവത്തിന്റെ വചനത്തോടുള്ള കൂടുണ്ടെങ്കിൽ, ദൈവവചനത്തിന്റെ പ്രകാശനം ഉണ്ടെങ്കിൽ ഈ വരുന്ന കെണികളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. അടുത്തേക്ക് ഒഴിഞ്ഞു പോകുവാനും ഒഴിഞ്ഞു പോകാൻ അടുത്ത സംഭവിക്കാൻ പോകുന്ന കാര്യമോ? പിന്നെ മനുഷ്യപുത്രന്റെ മുമ്പ് നിൽക്കേണ്ടി വരും. അതാണ് 2:5 വായിച്ചത്. ന്യായാസനത്തിന് മുമ്പില് ഫിലിപ്പോസ് സുവിശേഷത്തിൽ പറയുന്ന മനുഷ്യപുത്രന്റെ മുമ്പില്, അടുത്ത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായി മാറേണ്ടതിന് സദാകാലവും ഉണർവുള്ളവരായി പ്രാർത്ഥനയുള്ളവരായിരിക്കണം. വീടിന് വേണ്ടിയല്ല, വസ്തുവിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, കടഭാരം മാറാൻ വേണ്ടിയല്ല, മറ്റൊന്നിനു വേണ്ടിയല്ല പ്രാർത്ഥന. പ്രാർത്ഥനയോ മനുഷ്യപുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തി ലഭിക്കേണ്ടതിന് സദാകാലവും ഉണർവുള്ളവരായി പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നമ്മുടെ ആരാധനാലയങ്ങളിലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? തൽക്കാലകാര്യം നടക്കാൻ വേണ്ടിയാണ്. തൽക്കാലകാര്യം നടന്നോളൂ, വേറെ ഏതാ കൂലി കിട്ടും, ഒരു സംശയമില്ല. കുളിച്ചാൽ ദൂഷിച്ചിട്ട് മാറും, വസ്ത്രം നനച്ചാൽ അത് അഴുക്ക് മാറും, ഒരു സംശയമില്ല. പ്രാർത്ഥിച്ച് അഴുക്ക് മാറും ഇല്ല, ചെയ്താലേ മാറും. വേലക്കാരെ കൂലിക്ക് വെക്കുക, വേല കൂലിയും കിട്ടും. വിഷയം പ്രാർത്ഥന വിഷയം അതൊന്നും അല്ല. നമ്മള് ജോലിക്ക് പോകുന്നു, കൂലി വാങ്ങുന്നു. മനുഷ്യത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ആഹാരം വാങ്ങിക്കുന്നു, ആഹാരം കഴിക്കുന്നു. മനുഷ്യപുത്രന് മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തി വേണമോ? ഉണർവുള്ളവരും പ്രാർത്ഥനയുള്ളവരും. ഏത് സഭാ സംഘടന വ്യത്യാസമില്ലാത്തവരായാലും എവിടെ പോകുന്നവരായാലും ആ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രാർത്ഥന മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കേണ്ട പ്രാപ്തിക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്ന് ദൈവം പരിശോധിക്കും. നമ്മൾ നമ്മളെ പരിശോധിക്കണം.
എവിടെയെല്ലാം വീഴ്ചകൾ വരുന്നു, താഴ്ചകൾ വരുന്നു, വിചാരങ്ങൾ വരുന്നു, ഭാരം വരുന്നു, ഇവയെല്ലാം ഓർത്ത് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടുത്തുവാനിടയായി ആ മഹത്വത്തിന് നമ്മൾ സാക്ഷികളായി മാറും. അതുകൊണ്ടാണ് 2 Corinthians 5:10 നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവനവൻ ഓരോരുത്തർ, നമ്മൾ ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ മുൻപിൽ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതാണ്. നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ മനുഷ്യ മൺമറഞ്ഞു പോയി. തീരോ മനുഷ്യപുത്ര മുമ്പിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യപുത്ര ക്രിസ്തുവിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. എബ്രായത്തിൽ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന കുറ്റത്തിന് നെയ്യാറ്റിൻകര കോടതിയിൽ മാത്രമല്ല ന്യായവിധി ഉള്ളത്, തിരുവനന്തപുരം കോടതിയിൽ മാത്രമല്ല ന്യായവിധി ഉള്ളത്, അല്ലെങ്കിൽ എറണാകുളത്തോ ഡൽഹിയിലോ മാത്രമല്ല ന്യായവിധി ഉള്ളത്. അതിനപ്പുറം മരണശേഷം ന്യായവിധിയാണ്. സ്തോത്രം. കോടതിയിൽ ന്യായവിധി നടത്തുന്ന ഏത് പുസ്തകം വെച്ചാണ്? അവർക്കുള്ള നിയമ പുസ്തകം വെച്ചാണ്. നമുക്ക് സ്വർഗത്തിൽ ന്യായവിധി നടത്തുന്ന ഏത് പുസ്തകം വെച്ചാണ്? നമുക്കുള്ള ഈ നിയമ പുസ്തകം വെച്ചാണ്. രണ്ടിനും നിയമ പുസ്തകമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിയമ പുസ്തകം വെച്ച് ഇവിടെ ന്യായവിധിക്കുന്നു. എന്നാൽ സത്യവേദ പുസ്തകം ന്യായവിധിയുടെ പുസ്തകം വെച്ച് നമ്മെ സ്വർഗത്തിൽ ന്യായവിധിക്കും. അതെല്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഇവിടുത്തെ കോടതി ഏത് വിധത്തിലൊക്കെ ന്യായവിധി വരും നമുക്കറിയാമോ? പക്ഷെ അതൊക്കെ അറിയാം, അറിയാം, നമുക്കറിയില്ല. എന്താ കാര്യം? നമ്മളതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇന്ന കുറ്റത്തിന് ഇന്ന രീതിയുണ്ട്, ഇന്ന സെക്ഷൻ അനുസരിച്ച്, ഇന്ന നമ്പർ അനുസരിച്ച്, ഇന്ന വകുപ്പ് അനുസരിച്ച് ശിക്ഷയുണ്ട്, പിഴയുണ്ട്, ശിക്ഷയുണ്ട്. അത് അവർക്കറിയാം. അത് നമുക്ക് പറഞ്ഞു തരും. നമുക്കൊരു അങ്ങനെ ഒരു അവസ്ഥ വന്ന് അത് നമ്മൾ വിശ്വസിക്കില്ലേ? നമുക്കറിയില്ല, പക്ഷെ അറിവുള്ളവർ പറഞ്ഞു തരും, കാഴ്ചപ്പാടുള്ളവർ പറഞ്ഞു തരും. നമ്മൾ വിശ്വസിക്കുന്നില്ലേ? കീഴ്പ്പെടുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ നിയമ പുസ്തകം വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ന്യായവിധി ഉണ്ട്. എല്ലാവരുടെ കാഴ്ചപ്പാടില്ലെങ്കിലും കാഴ്ചപ്പാടുള്ളവരുണ്ട്. ആ കാഴ്ചപ്പാടൊത്തവണ്ണം ജീവിക്കുന്നവരുണ്ട്. ആ ജീവിക്കുന്നവർ പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ഓരോരുത്തരും തിരിയപ്പെട്ടാൽ നമ്മൾ ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ ഒഴിവ് കഴിവുള്ളവരായി മാറുകയും പിതാവിന്റെ ഭവനത്തിന് അവകാശിയാവുകയും ചെയ്യും. അതിന് യോഗ്യമായി ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ ദൈവം അവസരം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. 90 സങ്കീർത്തനം 12 വാക്യം വായിക്കുമ്പോൾ ദൈവഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കും തക്കവണ്ണം നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിച്ചൂടെ? ഓരോ വാക്യങ്ങൾ വായിച്ച് അവിടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ പറഞ്ഞൂടെ? യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവിനോട് ചോദിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന വിഷയങ്ങൾ ബൈബിളിനകത്തുണ്ട്. വായിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സാധാരണ ലോകസൗഖ്യത്തെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച അഭ്യാസമുള്ളത് പോരാ, അത് പോരാ. സ്തോത്രം. തികച്ചും വ്യത്യസ്തമായി ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ദൈവത്തിന്റെ അപേക്ഷ. ഉദാഹരണം, നെയ്യാറ്റിൻകര കോടതിയിൽ നമ്മുടെ ഇഷ്ടത്തിനൊരു അപേക്ഷ കൊണ്ടുകൊടുത്ത് അംഗീകരിക്കും. നമ്മുടെ ഇഷ്ടത്തിനൊരു അപേക്ഷ കൊണ്ടുകൊടുത്ത് അംഗീകരിക്കും. പിന്നെ എങ്ങനെ കൊടുക്കണം? കോടതി വെച്ചിരിക്കുന്ന നിയമ ഉപദേശത്തിനൊത്തവണ്ണം അതിന് യോഗ്യമായ വിധത്തിൽ അപേക്ഷ എഴുതി കൊടുത്താലേ അതിന് ഫീസ് അടച്ചിറങ്ങിയിരിക്കും. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന അപേക്ഷ എങ്ങനെ ഇരിക്കണം? നമ്മുടെ ഇഷ്ടത്തിന് അപേക്ഷിച്ചാൽ മതിയോ? ദൈവം വച്ചിരിക്കുന്ന അപേക്ഷയ്ക്കൊത്തവണ്ണം, ദൈവം വച്ചിരിക്കുന്ന ഇഷ്ടത്തിനൊത്തവണ്ണം, ദൈവ ഹിതത്തിനൊത്തവണ്ണം നമ്മുടെ അപേക്ഷ കൊടുക്കണം. അത് തിരുവചനം വായിച്ചത് അറിയാൻ കഴിയും.
അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ വായിച്ച 12-ാം വാക്യം, 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ളോര് ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. ഹല്ലേലൂയ. അതിന്റെ വിഷയമാണ് ഇത്. ഈ വിഷയത്തിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയെ വിനയപ്പെട്ട് കൊടുത്താണല്ലോ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വന്നിട്ടല്ലോ പല ആവശ്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മെ ഭാരപ്പെടുത്താതെ സ്തോത്രം ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് തീയതായിട്ടല്ല, നല്ലതായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആ ദൈവ സഹായത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിലുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ലോകം നമുക്ക് സമാധാനം തരും, പക്ഷേ അത് അല്പനേരത്തേക്ക് മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന സമാധാനം അത് നിത്യ സമാധാനമാണ്. ആ നിത്യ സമാധാനം ലഭിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജീവരക്ഷയ്ക്കായി ഓടുവാൻ തക്കവണ്ണം, അതിനെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും ശരണപ്പെട്ടാൽ പൗരവാസികളുടെ ജീവിതത്തിൽ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ, ദേശനിവാസികളുടെ ജീവിതത്തിൽ, ദേശത്തിൽ കൂടി വരുന്ന കൂട്ടായ്മകളുണ്ടല്ലോ, അവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടല്ലോ, അവരുടെ ഒക്കെ ജീവിതത്തിൽ ഈ ദൈവിക സമാധാനം വ്യാപരിക്കപ്പെടേണ്ടത്, വചനത്തെ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടത്, ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ അവർ ഓരോരുത്തരും അണഞ്ഞ് ചേർന്ന് വരേണ്ടത്. ദൈവത്തിന്റെ സാന്നിധ്യം നാളുകൾ വെളിപ്പെടട്ടെ. നമ്മുടെ തലമുറകളിലും ഈ ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഈ ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. ക്രൈസ്തൽ ഒരിക്കൽ മരണവും ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കഴിയില്ല. ആകയാൽ വചനത്തെ സൂക്ഷിച്ച്, വചനത്തിൽ ഏകീഭവിക്കപ്പെട്ടു, വചനത്തെ രാപ്പകൽ ധ്യാനമായി മാറുന്നുണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ ഈ തിരുവചന സത്യങ്ങൾ കൊണ്ട് നമ്മെ സഹായിക്കുകയും പിതാവിന്റെ ഭവനത്തിന് അവകാശം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള വെളിപ്പാടുകളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും കൃപാവരും നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാൻ ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് എല്ലാവരും സമർപ്പണത്തോടുകൂടെ എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും മകളെ മനുഷ്യരെ കൊണ്ട് അസാധ്യമാകുന്നില്ലെങ്കിലും ദൈവത്തെ കൊണ്ട് സാധ്യമാക്കി മാറ്റി, ദൈവം സാധ്യമാക്കി മാറ്റി. മനുഷ്യന്റെ ബലഹീനതകൾ കൊണ്ട് പലരച്ചിന് വിചാരപ്പെട്ടു പോകാം, നിരാശപ്പെട്ടു പോകാം, തകർന്ന് താരടിയാകുന്ന അവസ്ഥ എത്തിച്ചേരാം. എങ്കിലും ദൈവം അവരെ സഹായിക്കും. ദൈവമേ എന്നെ സഹായിക്കണം. ദൈവത്തോട് ചോദിച്ച, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തോട് ചോദിച്ച സഹായം തരും. എന്തിനു വേണ്ടിയുള്ള സഹായം? ആശ്വാസം പ്രാപിക്കേണ്ടത്, ആശ്വാസം പ്രാപിക്കേണ്ടതായ സഹായം. വിചാരപ്പെട്ട്, വ്യാകുലപ്പെട്ട്, നിരാശപ്പെട്ട് നമ്മുടെ ജീവിതം തകർന്നു പോകുമ്പോൾ തകർന്നു നുറങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിച്ചു കളയില്ല. പക്ഷെ ദൈവത്തോട് അപേക്ഷിച്ചില്ലെങ്കിൽ ദൈവം അങ്ങനെയുള്ളവർ ഉൾക്കൊള്ളയില്ല. ആകയാൽ ദൈവത്തോട് അപേക്ഷിച്ച് തകർന്നു നുറങ്ങിയ ഹൃദയത്തെ നിരസിച്ചു കളയാത്ത ദൈവത്തോട് അപേക്ഷിച്ച്, കരുണയുള്ള ദൈവത്തോട് അപേക്ഷിച്ച്, കൃപയുള്ള ദൈവത്തോട് അപേക്ഷിച്ച്, കനിവുള്ള ദൈവത്തോട് അപേക്ഷിച്ച്, അവയെ മനസ്സിലുള്ള ദൈവത്തോട് അപേക്ഷിച്ച് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിപ്പാൻ നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരായി മാറുക. നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരാകുക. എല്ലാവരും കേൾപ്പിച്ച് പ്രാർത്ഥിക്കും. ജീവിതത്തിലെ ബലഹീനതകൾ, ജീവിതത്തിലെ നിരാശകൾ, ജീവിതത്തിലെ ഞെരുക്കങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങൾ, സകലത്തിലെ പരിഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമാണ്. ആകയാൽ വചനത്തിൽ കൂടെ അവന്റെ ആശ്വാസം കണ്ടെത്തുവാൻ, ഉപജീവനത്തിൽ കൂടെ സമ്പത്ത് കണ്ടെത്തുവാൻ എന്നതുപോലെ തിരുവചനത്തിൽ കൂടെ ആശ്വാസം കണ്ടെത്തും. നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും ഏൽപ്പിച്ചു. അവരവരുടെ ജീവിതത്തിലെ ഭാരം, അവരവരുടെ ജീവിതത്തിലെ ഭാരം രഹിതമായി മാറുവാൻ അവരവർ ഓർത്ത് പ്രാർത്ഥിക്കുക. വീട്ടിലെ ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ആരെയൊക്കെ നിരാശപ്പെടുത്തുന്നു, ആരെയൊക്കെ ഭാരപ്പെടുന്നു, എല്ലാം ഭാരരഹിതമായി മാറുന്നു. ഭാരരഹിതമായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുവാൻ. ഇരുട്ട് ഒരു ഭാരമാണ്, എന്നാൽ വചനം വെളിച്ചമാണ്. ആ വെളിച്ചം വരുമ്പോൾ ഇരുട്ടെന്ന ഭാരം നീങ്ങും. പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ദൈവരാജ്യത്തിന് അവകാശം പ്രാപിക്കുന്നവരായി, വിശ്വാസ ജീവിതം നയിക്കുന്നവരായി നമ്മുടെ ജീവിതം പ്രതിഷ്ഠിക്കപ്പെടുവാൻ, സമർപ്പിക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ശാരീരികമായി ബലഹീനതകൾ കൊണ്ട് ഭാരപ്പെട്ടവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എന്ത് ഭാരമായാലും ആമേൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് ഭാരരഹിതമായ ആമേൻ അവകാശത്തിന്റെ ഉത്തരവുണ്ട്. അതിനായി നമുക്ക് സമർപ്പിച്ചു ഇകലോകമോ ഏറ്റുപാടുവാൻ കഴിയുന്നു. ഇത് ഭയരഹിതമല്ല, യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഭാരതമല്ല, അത് നിത്യാനന്ദമാണ്. അത് നിത്യാനന്ദമാണ്. ആ നിത്യമായ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടത്. ഈ ലോകത്തിൽ കറ്ററിയുന്ന തീച്ചുളയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തും ആനന്ദം പ്രാപിപ്പാൻ, ആനന്ദമുള്ളവരായി മാറുവാൻ. ഇത് വെറുമൊരു മോഹമല്ല, ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. ഇത് ഒരു മോഹമല്ല, ഇത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. ആ ദാനം നമ്മൾ ഉമിർന്ന് കളഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വേദനയായി മാറും. മാത്രമല്ല ഒരു യാതനയായി മാറും, നിത്യദണ്ഡനമായി മാറും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവ സന്നിധിയിലുള്ള ആനന്ദത്തിന് കൂട്ടാളികളായി, കൂട്ടവകാശികളായി മുന്നേറുവാൻ തക്കതായി ദൈവകൃപയ്ക്കായി നമുക്കെല്ലാവർക്കും സമർപ്പണം ചെയ്യാം, പ്രാർത്ഥിക്കാം. ജീവനാധാരമായ, നിത്യജീവനാധാരമായ അൻപുള്ള കർത്താവേ, നിങ്ങളുടെ മാറ്റമില്ലാത്ത തിരുവേഴ്ത്തികൾ പ്രകാരം എടികളുടെ ജീവിതത്തിലെ കെണികളിൽ നിന്ന് വിടിവിക്കപ്പെട്ട്, നിരാശകളിൽ നിന്ന് വിടിവിക്കപ്പെട്ട് നിത്യാനന്ദത്തിന് കൂട്ടവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തലമുറകളെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശരായി അവൻ ആത്മഹത്യ പ്രേരണയിൽ അവൻ നിരാശകൾ ജീവിക്കുവാനല്ല, കർത്താവേ
പ്രത്യാശയുള്ളവരായി, ആശയുള്ളവരായി, നിത്യ ആനന്ദം പ്രാപിപ്പാട്ടൊക്കെ വേണം. അത് ദൈവത്തിന്റെ ദാനമാകയാൽ അത് പ്രാപിപ്പാട്ടൊക്കെ വേണം. ഓരോരുത്തരും ഒരുക്കമുള്ളവരായി ജീവിക്കേണ്ടതിന് ഞാനുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ അവയെ നാളുകളെ എണ്ണുപാട്ടൊക്കെ വേണ്ടമുള്ള ഉപദേശം ഓരോ പ്രിയപ്പെട്ടവർ ലഭിപ്പാട്ടൊക്കെ വേണം. തിരുനാമത്തിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ അലട്ടുന്ന ഭാരങ്ങൾ, നിരാശകൾ, പ്രിയപ്പെട്ടവരെ അലട്ടുന്ന പലവിധമായ ഇടപെടലുകൾ, അതിനെല്ലാം പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിന്റെ വചന മുഖാന്തരം വിടുവിക്കപ്പെടുന്നു. സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന അങ്ങനെ സമാധാനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൂട്ടായ്മയിൽ കൂടി വിലപ്പെട്ട വചനങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ ഓരോരുത്തരുടെ കെണികളിൽ നമ്മൾ വിടിവിക്കപ്പെട്ട് നിത്യരാജ്യത്തിന്റെ അവകാശവും നിത്യാനന്ദവും പ്രാപിപ്പത്തക്ക ദൈവകൃപയ്ക്കായി കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.